എല്ലാവർക്കും നമസ്കാരം. നവോത്ഥാന നായകരിൽ പ്രധാനിയായിട്ടുള്ള സ്വാമി വിവേകാനന്ദനെ പറ്റിയും അദ്ദേഹം ആരംഭിച്ച ഒരു പ്രസ്ഥാനം ആയിട്ടുള്ള രാമകൃഷ്ണ മിഷനെ പറ്റിയും ഡീറ്റെയിൽ ആയി നോക്കാം. ആദ്യം രാമകൃഷ്ണ മിഷനെ പറ്റിയാവട്ടെ. ശ്രീ രാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ പേരെന്താണ്? ഗദാധർ ചാറ്റർജി. ഗദാധർ ചാറ്റർജി അഥവാ ഗദാധർ ചതോപാധ്യായ എന്നതാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ പേര്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പത്നി ശാരദാമണി അഥവാ ശാരദാദേവി എന്ന് അറിയപ്പെടുന്നു. മാനവ സേവയാണ് ഈശ്വര സേവ എന്ന് അഭിപ്രായപ്പെട്ടതും ശ്രീരാമകൃഷ്ണ പരമഹംസരാണ്. മാനവ സേവയാണ് ഈശ്വര സേവ എന്ന് അഭിപ്രായപ്പെട്ടത് ശ്രീരാമകൃഷ്ണ പരമഹംസർ. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവചരിത്രം ഇംഗ്ലീഷിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് പ്രതാപ് ചന്ദ്ര മജുംദാർ ആണ്. പ്രതാപ് ചന്ദ്ര മജുംദാർ ആണ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവചരിത്രം ഇംഗ്ലീഷിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. വിവേകാനന്ദൻ ആദ്യമായിട്ട് ശ്രീരാമകൃഷ്ണ പരമഹംസനെ സന്ദർശിച്ച വർഷം 1881. വിവേകാനന്ദൻ ആദ്യമായി ശ്രീരാമകൃഷ്ണ പരമഹംസനെ സന്ദർശിച്ചത് 1881. ശ്രീരാമകൃഷ്ണ പരമഹംസർ സമാധിയായ വർഷം 1886 ഓഗസ്റ്റ് 16. ശ്രീരാമകൃഷ്ണ പരമഹംസർ സമാധിയായ തീയതിയാണ് 1886 ഓഗസ്റ്റ് മാസം 16. ശ്രീ രാമകൃഷ്ണ പരമഹംസരോടുള്ള ആദര സൂചകമായിട്ട് സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ 1897 സ്വാമി വിവേകാനന്ദനാണ് സ്ഥാപിച്ചത്. അത് ശ്രീ രാമകൃഷ്ണ പരമഹംസരോടുള്ള ആദര സൂചകമായിട്ടാണ് അദ്ദേഹം സ്ഥാപിച്ചത്. ശ്രീരാമകൃഷ്ണ പരമഹംസരോടുള്ള ആദര സൂചകമായിട്ട് സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ നിലവിൽ വന്നത് 1897. രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം ബേലൂർ ആണ്. ബേലൂർ ആണ് രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം. രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗത്തെ ശാരദാ മഠം എന്ന പേരിൽ അറിയപ്പെടുന്നു. രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗമാണ് ശാരദാ മഠം. കുറച്ച് കൺഫ്യൂസിങ് ചോദ്യങ്ങൾ. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ശ്രീ രാമകൃഷ്ണ പരമഹംസർ. ദക്ഷിണേശ്വരത്തെ സന്യാസി ശ്രീ രാമകൃഷ്ണ പരമഹംസർ ആണ്. പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ആചാര്യ വിനോബ ഭാവെയാണ്. ആചാര്യ വിനോബ ഭാവെ ആണ് പൗനാറിലെ സന്യാസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി. സബർമതിയിലെ സന്യാസി മഹാത്മാഗാന്ധിജിയാണ്. ദക്ഷിണേശ്വരത്തെ സന്യാസി ശ്രീ രാമകൃഷ്ണ പരമഹംസർ. പൗനാറിലെ സന്യാസി ആചാര്യ വിനോബ ഭാവെ. സബർമതിയിലെ സന്യാസി മഹാത്മാഗാന്ധിയാണ്. ഇനി നമുക്ക് സ്വാമി വിവേകാനന്ദനെ പറ്റി ഡീറ്റെയിൽ ആയി നോക്കാം. സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് എന്നാണ്? 1863 ജാനുവരി 12 സ്വാമി വിവേകാനന്ദൻ ജനിച്ചത്. ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം ആയിട്ടുള്ള ജനുവരി 12. ദേശീയ യുവജന ദിനം സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായിട്ടുള്ള ജാനുവരി 12 നാം ആഘോഷിക്കുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ്. സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം എന്താണ്? നരേന്ദ്രനാഥ് ദത്ത. നരേന്ദ്രനാഥ ദത്ത എന്നതാണ് സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം. നരേന്ദ്രനാഥ് ദത്തയ്ക്ക് വിവേകാനന്ദൻ എന്ന പേര് നിർദ്ദേശിച്ചത് കേത്രയിലെ രാജാവായിരുന്ന അജിത് സിംഗ് ആണ്.
കേത്രയിലെ രാജാവായിട്ടുള്ള അജിത് സിംഗ് ആണ് നരേന്ദ്രനാഥ ദത്തയെ വിവേകാനന്ദൻ എന്ന പേര് നിർദ്ദേശിച്ച് നൽകിയത്. സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ് ശ്രീ രാമകൃഷ്ണ പരമഹംസർ. ശ്രീ രാമകൃഷ്ണ പരമഹംസറാണ് സ്വാമി വിവേകാനന്ദന്റെ ഗുരുവായിട്ടുള്ള വ്യക്തി. ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ. ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവ് വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുത്ത സദസ്സിനെ അഭിസംബോധന ചെയ്ത ദിവസം 1893 സെപ്റ്റംബർ 11 1893 സെപ്റ്റംബർ 11 സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുത്ത് സദസ്സിനെ അഭിസംബോധന ചെയ്തു. ചിക്കാഗോ മതസമ്മേളനത്തിലെ പ്രസംഗത്തിന് ശേഷം അമേരിക്കൻ ജനത സ്വാമിയെ വിശേഷിപ്പിച്ചത് ചക്രവാത സദൃശനായ ഹിന്ദു എന്നതാണ്. ചക്രവാത സദൃശ്യനായിട്ടുള്ള ഹിന്ദു എന്ന് അമേരിക്കൻ ജനത സ്വാമി വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് ചിക്കാഗോ മതസമ്മേളനത്തിലെ പ്രസംഗത്തിന് ശേഷമാണ്. ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ മലയാളിയാണ് രാജാ രവിവർമ്മ. ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി രാജാ രവിവർമ്മ 1899 മുതൽ 1900 വരെയുള്ള പാരീസ് റിലീജിയസ് കോൺഗ്രസിൽ പങ്കെടുത്ത ഇന്ത്യൻ നേതാവും സ്വാമി വിവേകാനന്ദനാണ്. 1899-1900 പാരീസ് റിലീജിയസ് കോൺഗ്രസിൽ പങ്കെടുത്ത ഇന്ത്യൻ നേതാവും വിവേകാനന്ദൻ ആണ്. സ്വാമി വിവേകാനന്ദൻ ന്യൂയോർക്കിൽ സ്ഥാപിച്ച സംഘടനയാണ് വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക്. 1894 വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്വാമി വിവേകാനന്ദൻ ന്യൂയോർക്കിൽ സ്ഥാപിച്ചത്. ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി വിവേകാനന്ദനാണ്. വിവേകാനന്ദൻ ആഹ്വാനം ചെയ്തതൊന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണ് ഗീതയിലേക്ക് മടങ്ങുക, അല്ലെങ്കിൽ ഗോ ബാക്ക് ടു ഗീത എന്ന് അഭിപ്രായപ്പെട്ടത് വിവേകാനന്ദൻ ആണ്. ഗോ ബാക്ക് ടു ഗീത വിവേകാനന്ദന്റെ വാചകമാണ്. സ്വാമി വിവേകാനന്ദൻ ലോകത്തിന് നൽകിയ ആഹ്വാനം എന്താണ്? അദ്ദേഹത്തിന്റെ ആഹ്വാനമാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൽ നിബോധത. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൽ നിബോധത. അതിന്റെ അർത്ഥം ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യം നേടുന്നത് വരെ പ്രയത്നിക്കൂ എന്ന് ലോകത്തിന് നൽകിയ ആഹ്വാനം സ്വാമി വിവേകാനന്ദന്റേതാണ്. ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യം നേടുന്നത് വരെ പ്രയത്നിക്കൂ എന്ന് ലോകത്തിന് അഭിപ്രായം നൽകിയത് സ്വാമി വിവേകാനന്ദൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വിവേകാനന്ദൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് വിവേകാനന്ദനാണ്. വിവേകാനന്ദൻ കേരളം സന്ദർശിച്ച വർഷം 1892. 1892 വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചത്. ഒരു ശിഷ്യന്റെ ഡയറി കുറിപ്പുകൾ രചിച്ച വിവേകാനന്ദന്റെ ശിഷ്യൻ ശരത് ചന്ദ്ര ചക്രവർത്തി ആണ്. ഒരു ശിഷ്യന്റെ ഡയറി കുറിപ്പുകൾ രചിച്ച വിവേകാനന്ദന്റെ ശിഷ്യൻ ശരത് ചന്ദ്ര ചക്രവർത്തി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിക്കാനായിട്ട് ജംഷഡ് ഡി ടാറ്റയ്ക്ക് പ്രചോദനം നൽകിയതും സ്വാമി വിവേകാനന്ദനാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിക്കാനായിട്ട് ജംഷഡ് ഡി ടാറ്റയ്ക്ക് പ്രചോദനം നൽകിയത് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ സമാധിയായ വർഷം 1902 ജൂലൈ 4. 1902 ജൂലൈ 4 വിവേകാനന്ദൻ സമാധിയായി. വിവേകാനന്ദന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കന്യാകുമാരിയാണ്. കന്യാകുമാരിയിൽ വിവേകാനന്ദന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നു. മാൻ ദ മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി എന്ന പുസ്തകം സ്വാമി വിവേകാനന്ദന്റേതാണ്. മാൻ ദ മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി എന്ന പുസ്തകവും സ്വാമി വിവേകാനന്ദന്റെ രചനയിൽ ഉള്ള പ്രധാന പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് രാജയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, വർത്തമാൻ ഭാരത്,
ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ്, സംഗീത കൽപ്പതരു അതൊരു കവിതയാണ്. അതേപോലെ കാളി ദ മദർ. സ്വാമി വിവേകാനന്ദന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് പറയുന്നത്: രാജയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, വർത്തമാൻ ഭാരത്, ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ്, സംഗീത കൽപ്പതരു എന്ന കവിതയും കാളി ദ മദർ എന്നതും സ്വാമി വിവേകാനന്ദന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. വിവേകാനന്ദന്റെ വചനങ്ങൾ കൂടി നോക്കാം. ദരിദ്രരോട് അനുതാപമുള്ളവനെ ഞാൻ മഹാത്മാവെന്ന് വിളിക്കും, മറിച്ചുള്ളവനെ ദുരാത്മാവെന്നും എന്ന അഭിപ്രായം വിവേകാനന്ദന്റേതാണ്. ദരിദ്രരോട് അനുതാപമുള്ളവനെ ഞാൻ മഹാത്മാവെന്ന് വിളിക്കും, മറിച്ചുള്ളവനെ ദുരാത്മാവെന്നും. അതേപോലെ സംഘടന ശക്തിയാണ്, അതിൻ്റെ രഹസ്യം അച്ചടക്കത്തിലാണ് എന്ന് പറഞ്ഞതും വിവേകാനന്ദൻ. സംഘടന ശക്തിയാണ്, അതിൻ്റെ രഹസ്യം അച്ചടക്കത്തിലാണ് എന്ന് പറഞ്ഞതും വിവേകാനന്ദൻ ആണ്. സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി ഫുട്ബോൾ കളിയാണ് എന്ന് പ്രഖ്യാപിച്ചതും സ്വാമി വിവേകാനന്ദൻ. സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി ഫുട്ബോൾ കളിയാണ് എന്ന് പ്രഖ്യാപിച്ചത് വിവേകാനന്ദൻ. ധനവും പദവിയും അധികാരവുമല്ല, ആവശ്യം വിവേകമാണ് എന്ന് അഭിപ്രായപ്പെട്ടതും സ്വാമി വിവേകാനന്ദൻ. ധനവും പദവിയും അധികാരവുമല്ല, ആവശ്യം വിവേകമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് വിവേകാനന്ദനാണ്. ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിന്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിന് ആവശ്യം എന്ന് അഭിപ്രായപ്പെട്ടതും സ്വാമി വിവേകാനന്ദൻ. ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിന്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിന് ആവശ്യം എന്ന് അഭിപ്രായപ്പെട്ടത് വിവേകാനന്ദൻ. പട്ടിണി കിടക്കുന്നവരോട് മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടതും വിവേകാനന്ദൻ. പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ് എന്ന അഭിപ്രായവും വിവേകാനന്ദൻ്റെതാണ്. മഹത്തായ രണ്ട് വ്യവസ്ഥകളായിട്ടുള്ള ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന അഭിപ്രായവും വിവേകാനന്ദൻ്റെതാണ്. മഹത്തായ രണ്ട് വ്യവസ്ഥകളായിട്ടുള്ള ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് അഭിപ്രായപ്പെട്ടതും വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദന്റെ പ്രഭാഷണത്തിൽ ആകൃഷ്ടയായ വിദേശ വനിതയാണ് സിസ്റ്റർ നിവേദിത. സ്വാമി വിവേകാനന്ദന്റെ പ്രഭാഷണത്തിൽ ആകൃഷ്ടയായിട്ടുള്ള വിദേശ വനിത സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിതയുടെ ജന്മദേശം അയർലൻഡ് ആണ്. അയർലൻഡിൽ ജനിച്ചതാണ് സിസ്റ്റർ നിവേദിത. സ്വാമി വിവേകാനന്ദന്റെ ഒരു ശിഷ്യ ആയിത്തീർന്നു സിസ്റ്റർ നിവേദിത. ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ഒരു പതാക രൂപകൽപ്പന ചെയ്തത് സിസ്റ്റർ നിവേദിതയാണ്. ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ഒരു പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് സിസ്റ്റർ നിവേദിത. നിവേദിതയുടെ ആദ്യകാല നാമം മാർഗരറ്റ് എലിസബത്ത് നോബിൾ. മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്നതാണ് സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ ആദ്യകാല നാമം. ദ മാസ്റ്റർ ആസ് ഐ നോ ഹിം, ആസ് ഐ സോ ഹിം എന്ന പുസ്തകം രചിച്ചതും സിസ്റ്റർ നിവേദിത. ദ മാസ്റ്റർ ആസ് ഐ സോ ഹിം എന്ന പുസ്തകം സിസ്റ്റർ നിവേദിതയുടെ ആണ്. സിസ്റ്റർ നിവേദിതയുടെ പ്രധാന ശിഷ്യനാണ് സുബ്രഹ്മണ്യ ഭാരതി. സിസ്റ്റർ നിവേദിതയുടെ പ്രധാനപ്പെട്ട ശിഷ്യൻ ആണ് സുബ്രഹ്മണ്യ ഭാരതി. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ വിവേകാനന്ദനെ പറ്റി പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കൃതികൾ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വചനങ്ങളും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളും നോക്കി. അതോടൊപ്പം സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസരോടുള്ള ആദര സൂചകമായിട്ട് അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനമായിട്ടുള്ള രാമകൃഷ്ണ മിഷനെ പറ്റിയുമാണ് നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കിയതും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇനി നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുള്ള ടോപ്പിക്സും ഒക്കെ എന്നെ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിച്ചാൽ ആ ടോപ്പിക്സ് തന്നെ ഞാൻ പെട്ടെന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതുപോലെയുള്ള കൂടുതൽ PSC റിലേറ്റഡ് കണ്ടന്റ് ടോപ്പിക് വൈസ് വീഡിയോസും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത്
തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയി ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.